സുഹൃത്തുക്കളെ നമസ്കാരം. ഇസ്രായേൽ ഇറാൻ അമേരിക്ക യുദ്ധം നീണ്ടുപോവുകയാണ്. ലോകം ആശങ്കയിലാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത്, പരസ്പരം തമ്മിലടിക്കുന്നത്? പുരാതന കാലം മുതൽ മനുഷ്യൻ പരസ്പരം തമ്മിലടിക്കുന്നുണ്ട്. ഉത്തരം വളരെ സിമ്പിളാണ്. രണ്ട് വ്യക്തികൾ പരസ്പരം എന്തിനാണോ തമ്മിലടിക്കുന്നത്, പ്രശ്നം ഉണ്ടാകുന്നത്, അവരുടെ ഉള്ളിലെ ഈഗോയും പ്രശ്നങ്ങളും എല്ലാമാണ്. ഇത് തന്നെയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലടിക്കാനുള്ള കാരണം. സുഹൃത്തുക്കളെ, ഈ ചാനലിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇവിടുത്തെ ഭരണാധികാരികൾ, ഇവിടുത്തെ പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, രാജ്യത്തിന്റെ അധികാരികൾ, ഇവരൊക്കെ കേവലമായിട്ടുള്ള പാവകൾ മാത്രമാണ്. ഇവരുടെ പിറകിൽ ഉള്ളവരാണ് യഥാർത്ഥത്തിൽ ലോകത്തെ നിയന്ത്രിക്കുന്നത്. പിറകിലുള്ളവർക്കും പിറകിലുള്ളവരുണ്ടാകാം. അങ്ങനെ ലോകം കാലങ്ങളായി ഒരു പൈശാചിക ആധിപത്യത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് തീർച്ചയായിട്ടും യുദ്ധങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട്. യുദ്ധങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് ഇവിടുത്തെ സാമ്പത്തിക ശാസ്ത്രം വരെ നിലനിൽക്കുന്നത്. അവർക്ക് ആയുധ കച്ചവടം ചെയ്യേണ്ടതുണ്ട്. അവരുടെ പിറകിലുള്ള, അതിനും പിറകിലുള്ളവർക്ക് വേറെയും പല ലക്ഷ്യങ്ങളും ഉണ്ടാകാം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ അടുത്തൊരു ഫയർ ചോരുകയുണ്ടായി, ലോകത്ത് വളരെ ചർച്ച ചെയ്യുകയുണ്ടായി. അതൊക്കെ വളരെ സിമ്പിൾ മാത്രമാണ്. ഇവിടുത്തെ പ്രധാനമന്ത്രിമാർക്കും മറ്റു അധികാരികൾക്കും അവർ കൊടുക്കുന്ന ഗിഫ്റ്റിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം മാത്രമാണ്. ഇതിലും അപ്പുറമുള്ളത്, ഇതിലും വലിയ ഞെട്ടലുകൾ ലോകത്ത് ഇനിയും വരാനിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാം വെളിവാകുന്ന കാലമാണ് വരുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് യുദ്ധം നടക്കുമ്പോൾ ഇവിടുത്തെ സാമ്പത്തിക ശാസ്ത്രവും ഇവിടുത്തെ എല്ലാം നിയന്ത്രിക്കുന്നവർ യുദ്ധം കരുതിക്കൂട്ടി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് നേരെ അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ യുദ്ധത്തിലേക്ക് വരാം. സുഹൃത്തുക്കളെ, നമുക്കറിയാം, അമേരിക്കയിലാണ് ലോകത്തിന്റെ കേന്ദ്രം എന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. അമേരിക്ക കേന്ദ്രമായിട്ടുള്ള ഡീപ് സ്റ്റേറ്റ് ലോകത്ത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ എത്രയോ യുദ്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഇറാഖിനെ അടിച്ചിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനെ അടിച്ചിട്ടുണ്ട്. അവരെല്ലാ രാജ്യത്തെ ആക്രമിക്കുമ്പോഴും ഒരു കാരണം പറയാറുണ്ട്. ആ കാരണം കളവായിരിക്കും. കാരണം ഇതിനെപ്പറ്റി മുന്നേ ഇവിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു കളക്റ്റീവ് ബോധം നിർമ്മിക്കാൻ വേണ്ടി അവര് ആ രാജ്യത്ത് ആയുധങ്ങൾ അവർ നിർമ്മിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ രാജ്യത്ത് ആഭ്യന്തരമായിട്ടുള്ള ഒരു പ്രശ്നമൊക്കെ ഉയർത്തിക്കാട്ടിയിട്ടാണ് ജനങ്ങളുടെ കളക്റ്റീവ് ബോധം അവർക്ക് അനുകൂലമാക്കിക്കൊണ്ടാണ് അവർ യുദ്ധം ചെയ്യാറുള്ളത്. എക്കാലത്തും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എന്തിനു വേണ്ടിയാണ് യുദ്ധം? യഥാർത്ഥത്തിൽ എല്ലാ രാജ്യങ്ങളിലേക്കും അമേരിക്കയുടെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്തിട്ടുള്ളത് അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാനാണ്. നമുക്കറിയാം, അധിനിവേശക്കാർ ലോകത്തെ മൊത്തം കൊള്ളയടിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കൊള്ള വേറെ രൂപത്തിലാണെന്നേ ഉള്ളൂ. ഇപ്പോഴുള്ള അധിനിവേശക്കാരുടെ കേന്ദ്രം, അവരുടെ പിറകിലുള്ളവരുടെ കേന്ദ്രം അമേരിക്കയാണ് എന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, നമുക്കറിയാം, പെട്രോളിന് വേണ്ടിയും മറ്റു ഊർജത്തിന്, പെട്രോളാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഊർജം. ആ ഊർജത്തിന് വേണ്ടിയാണ് അമേരിക്ക പല രാജ്യങ്ങളും ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് പച്ചയായിട്ടുള്ള സത്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ അറബി രാജ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അറബി രാജ്യങ്ങൾ ഈ അമേരിക്കയുടെ വാലാട്ടികളായ പാവകളാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധക്കളം ഒരുക്കാൻ, പശ്ചിമേഷ്യയിൽ എപ്പോഴും രക്തം ചിന്താൻ വേണ്ടി അമേരിക്കക്ക് വേണ്ടി തീർച്ചയായിട്ടും എല്ലാ അറബി രാജ്യങ്ങളിലും എന്തുണ്ട്? അമേരിക്കയുടെ കേന്ദ്രമുണ്ട്, സൈനിക താവളങ്ങളുണ്ട്. അതിന് സ്ഥലം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. കാരണം അവരവരുടെ വാലാട്ടികളും അടിമകളും മാത്രമാണ്. അവരുടെ കപ്പം വാങ്ങുന്നവരാണ് അറബി രാജാക്കന്മാർ. അവരുടെ കപ്പം എന്താണെന്ന് ലോകത്ത് വെളിവായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനും അപ്പുറമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇറാൻ എന്നത് സകല അറബി രാജ്യങ്ങളും ഉറങ്ങിക്കിടക്കുന്നവരാണ്, മരിച്ചവരാണ്, അമേരിക്കക്ക് മുന്നിൽ മരിച്ചവരാണ്. എന്നാൽ അല്പം എഴുന്നേറ്റ് നിന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ. അവരെ എതിർത്തിരുന്നു. നമ്മൾ യുദ്ധത്തിന്റെ ഒന്നാമത്തെ കാരണത്തിലേക്ക് പോവുകയാണ്. പ്രധാനപ്പെട്ട കാരണം വേറെ പറയും. ഒന്നാമത്തെ കാരണം, അവർ എഴുന്നേറ്റ് നിന്നു. അപ്പൊ തീർച്ചയായിട്ടും അവരെ തകർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലും ഇറാനുമായിട്ട് പ്രശ്നമുണ്ട്. ആദ്യം അമേരിക്കയുടെ പാവ ഗവൺമെന്റ് ആവുമ്പോൾ ഇസ്രായേലും ഈ ഇറാനുമായിട്ടും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇറാനും അമേരിക്കയുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് വന്ന സർക്കാർ അമേരിക്കയെ എതിർക്കാൻ തുടങ്ങി. അപ്പൊ ഇറാനെ അടിക്കാനുള്ള കാരണം, അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നും, അവിടെ മതഭരണകൂടമാണെന്നും, ജനാധിപത്യം ഇല്ല എന്നും. അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യയിൽ മതഭരണകൂടമല്ലേ, ജനാധിപത്യം അവിടെ ഇല്ലല്ലോ, രാജാവല്ലേ. അപ്പൊ അതൊന്നല്ല കാരണം, ഊർജമാണ്, ലോകത്തിന്റെ കൺട്രോളാണ് അവർക്ക് ആവശ്യം. അതിന് അറബി രാജ്യങ്ങളിലുള്ള എണ്ണ അവരാണ് എടുക്കുന്നത്. ഇറാനിൽ എണ്ണ മാത്രമല്ല ഉള്ളത്. ഇപ്പൊ നമ്മൾ അണുവായുധത്തെ പറ്റി സംസാരിക്കുന്നു. എന്നാൽ അതിനപ്പുറം അത് വൈദ്യുതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഭാവിയിലെ ഇന്ധനം വൈദ്യുതിയാണ്, അതുപോലെ മറ്റു സ്രോതസ്സുകളാണ് എന്നുള്ളതാണ്. ആ സ്രോതസ്സുകൾ കട്ടെടുക്കാനും അതിന്റെ ടെക്നോളജിയും ഒക്കെ ഇറാൻ വികസിപ്പിക്കുന്നുണ്ടാവും. അതിനെ കട്ടെടുക്കാനും അതിനെ അവരുടേതാക്കി മാറ്റാനും. അമേരിക്ക ഏതൊരു രാജ്യത്തെ അടിച്ചാലും അവിടെ പഞ്ചറാക്കിയിട്ട് എന്താ ചെയ്യുക? അതിന്റെ കൺട്രോൾ, അവിടുത്തെ ഊർജത്തിന്റെ മറ്റുള്ള കൺട്രോൾ അവരാക്കിയിട്ട് പോവും എന്നുള്ളതാണ്. ഇറാന്റെ പരമോന്നത നേതാവൊക്കെ യുദ്ധത്തിൽ മരിച്ചിരിക്കുകയാണ്. അവർ തന്നെ കാലങ്ങളായി അമേരിക്ക ഇറാനെ ഉപരോധിക്കുകയാണ്. അവര് സ്വയം പിടിച്ചു നിൽക്കുന്നുണ്ട്. അവർ തകർന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും കാലങ്ങളായിട്ട് അവർ സ്വയം പര്യാപ്തമായി പിടിച്ചു നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ ഇറാനിൽ സയന്റിസ്റ്റുകളും എഞ്ചിനീയർമാരും ഒക്കെ ഉണ്ട്. അതായത് അവർ അറബികളെ പോലെ മൊണ്ണകളല്ല. അവര് സ്വയം കൃഷി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അവർ നമ്മൾ നേരത്തെ പറഞ്ഞ ഭാവിയിലെ ഊർജ്ജ സ്രോതസ്സുകളൊക്കെ ഗവേഷണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ തന്റെ പരിധിയിലാക്കാൻ, കൺട്രോളിലാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഓരോ രാജ്യങ്ങളും തങ്ങൾ സൂപ്പർ പവർ ആകണമെന്നും തങ്ങൾക്ക് അധികാരം കിട്ടണമെന്നുമുള്ള ഈ ആർത്തി ലോകത്തുണ്ടായാൽ ഓരോ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ കോർപ്പറേറ്റുകൾക്കും
ഓരോ അധികാരികളുടെ പിന്നിലുള്ളവർക്കും ഉണ്ടായാൽ ലോകത്ത് എങ്ങനെയാണ് ശാന്തിയും സമാധാനവും ഉണ്ടാകല്? തീർച്ചയായിട്ടും അവർ മറ്റുള്ളവരെ കീഴൊതുക്കാനും അടിച്ചമർത്താനുമായിരിക്കും ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകം യുദ്ധത്തിലേക്കൊക്കെ നീങ്ങുമ്പോൾ സാധാരണക്കാർക്ക് ലോകം നഷ്ടം മാത്രമാണ് സംഭവിക്കല്. ഒരു യുദ്ധം ഉണ്ടായി എന്ന് കരുതുക, ഇസ്രായേലിലുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചിലപ്പോൾ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും ഒക്കെ അവിടുന്ന് മുങ്ങും, സേഫ്റ്റി ആവും. നമുക്കറിയാം, അതുപോലെ തന്നെ ഈ മറ്റു രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇറാനിലെ പരമോന്നത നേതാവ് ജനങ്ങൾക്കൊപ്പം നിന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ, അപൂർവം രണ്ടോ മൂന്നോ വ്യക്തികളായിട്ടുള്ള നേതാക്കളെ ഒഴിച്ചു നിർത്തിയാൽ ലോകത്തുള്ള എല്ലാ പ്രമുഖരും നേതാക്കളും ഒക്കെ ഒരു യുദ്ധം ഉണ്ടായാൽ മുങ്ങും. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടായ പാകിസ്ഥാനിലുള്ള പ്രമുഖരും സൈനിക ഉദ്യോഗസ്ഥരൊക്കെ അവിടുന്ന് മുങ്ങിയിട്ടുണ്ടാവും. സാധാരണക്കാരാണ് അവിടെ മരിക്കുന്നത്. ഇന്ത്യയിലും തിരിച്ച് അങ്ങനെ തന്നെയാണ് ഓരോ രാജ്യത്തും. അപ്പൊ സുഹൃത്തുക്കളെ, ഈ യുദ്ധത്തിന്റെ നഷ്ടം സാധാരണക്കാർക്കാണ്. സാധാരണക്കാർ യഥാർത്ഥത്തിൽ സാധാരണ നല്ല മനുഷ്യർ ഈ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സാധാരണ മനുഷ്യർ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഒരു സാധാരണ ഇറാനിയും ഒരു സാധാരണക്കാരനായ സത്യസന്ധനായിട്ടുള്ള ഒരു നല്ല മനുഷ്യനായിട്ടുള്ള ഒരു ഇറാനിയും ഒരു ഇസ്രായേൽക്കാരനും സംസാരിച്ചു കഴിഞ്ഞാൽ അവർ സൗഹൃദത്തിലാവും, സ്നേഹത്തിലാവും, അവർ തമ്മിൽ പ്രശ്നമില്ല. അതുപോലെ തന്നെയാണ് ഒരു ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരന്റെയും അവസ്ഥ. പിന്നെ ആർക്കാണ് ഇവിടെ യുദ്ധം വേണ്ടത്? മാനവരാശിയെ തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കുന്ന ചന്നായിക്കൾക്കാണ് ഇവിടെ യുദ്ധം വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, പക്ഷേ ഈ യുദ്ധമൊക്കെ സംഭവിക്കാനുള്ളതാണ്, സംഭവിക്കും. കാരണം നമ്മൾ പറഞ്ഞു, ഈ ലോകത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം തന്നെ യുദ്ധത്തിലാണ്, തമ്മിലടിപ്പിക്കലാണ്. ഈ ലോകത്തിന്റെ കടിഞ്ഞാണ് തന്നെ പൈശാചികരുടെ അടുത്താണ്. അവർ യുദ്ധങ്ങൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും രാജ്യങ്ങൾ തമ്മിലൊക്കെ പരസ്പരം തമ്മിൽ അടിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യൻ ഭൂമിയെയും മനുഷ്യനെയും കൊല്ലാനുള്ള ആയുധങ്ങളൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഇതൊക്കെ മനുഷ്യൻ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട കാലമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക, മനുഷ്യരെ തമ്മിലടിപ്പിക്കുക എന്ന പോളിസിയാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിലവിൽ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണുന്ന ഏത് ചേരി ആയാലും ആ ചേരിക്ക് പിറകിലുള്ളവരായാലും അതൊന്നും യഥാർത്ഥ സത്യത്തിന്റെ പാതയിലല്ല. അതൊക്കെ യഥാർത്ഥത്തിൽ ആത്യന്തികമായിട്ട് സത്യത്തിന്റെ വക്താക്കളല്ല എന്നുള്ളതാണ്. അതായത് യുദ്ധം തിന്മയും തമ്മിലാണ്. ഇവിടെ ഇപ്പോൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്ന് ചർച്ച നടക്കുകയാണ്. എല്ലാവരും എല്ലാ ന്യൂസുകളൊക്കെ നിരീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. റഷ്യ പബ്ലിക്കായിട്ട് യുദ്ധത്തിൽ ഇടപെടും. ഇപ്പൊ റഷ്യൻ ചേരിയായാലും അമേരിക്കൻ ചേരിയായാലും യുദ്ധം തിന്മയും തമ്മിൽ തന്നെയാണ്. റഷ്യ പബ്ലിക്കായിട്ട് യുദ്ധത്തിലേക്ക് വരുമോ, ചൈന പബ്ലിക്കായിട്ട് യുദ്ധത്തിലേക്ക് വരുമോ, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പലവരും മാറി നിൽക്കാണ്. ഇനി കഥ മാറുമോ, വരുമോ? ഇറാനെ അറബി രാജ്യങ്ങൾ നേരിട്ട് അടിക്കുമോ? അറബി രാജ്യങ്ങൾ എന്നോ ചതിയന്മാരാണ്. അവരുടെ സമാധാന പ്രസംഗങ്ങളും അവരുടെ ഐക്യവും ഒക്കെ വെറും കാപട്യം മാത്രമാണ്. കാരണം അവര് പശ്ചിമേഷ്യ രക്തക്കളമാക്കാൻ അമേരിക്കക്ക് ഇടം കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം പ്രസംഗിക്കുന്ന പ്രസംഗമൊക്കെ വെറും അസംബദ്ധം മാത്രമാണ്. അവർ പണ്ടേ തെറ്റ് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ മൂന്നാം ലോക മഹായുദ്ധം ഇവിടെ പൊട്ടിപ്പുറപ്പെടുമോ എന്ന് എല്ലാവരും ചർച്ച ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കുക, ലോകം അതിന്റെ അവസാനത്തിലേക്ക്, ഭൂമി അതിന്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. അവസാന കാലത്തിന്റെ വലിയ അടയാളങ്ങൾ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഈ കൊല്ലം യുദ്ധം നിന്നു എന്ന് കരുതുക, യുദ്ധം നീളാനാണ് സാധ്യത എന്ന് എല്ലാവരും പറയുന്നു. എന്നാലും അടുത്ത കൊല്ലം ഇതും ആവർത്തിക്കും. അതിന് പിറ്റത്തെ വർഷങ്ങളിൽ തീർച്ചയായിട്ടും ഇവർ വീണ്ടും യുദ്ധം ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെ ഒരുക്കി കൂട്ടി നിൽക്കുകയല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, യുദ്ധം എല്ലാം നഷ്ടപ്പെടുത്തുമ്പോൾ, ഇപ്പൊ അറിയാം, നമ്മളിങ്ങനെ ന്യൂസൊക്കെ വായിച്ച് കമന്റ് ഒക്കെ ഇട്ട് ഇരിക്കുകയായിരുന്നു മലയാളികൾ. നമ്മുടെ അടുക്കളയിലേക്ക് യുദ്ധം വന്നിട്ടുണ്ട്, ഗ്യാസ് കിട്ടാതായിട്ടുണ്ട്, ഗ്യാസിന് വില കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ യുദ്ധം വ്യാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടാം ലോക മഹായുദ്ധം പോലെ ആകില്ല, അതിലും വലിയ വിപത്തായിരിക്കും ലോകത്ത് വരുന്നത്. ലോകത്ത് കറണ്ട് കട്ടാകുന്ന സമയമുണ്ടാകാം, ലോകത്ത് നെറ്റ് പോലും കട്ടാകുന്ന സമയമുണ്ടാകാം, ഭക്ഷ്യക്ഷാമം ഉണ്ടാകാം. ഡയറക്റ്റ് ആയിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അശാന്തിയും ലോകത്തന്നെ പിടിച്ചു കുലുക്കുന്ന പ്രതിസന്ധിയും ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധി വരുമ്പോൾ മനുഷ്യൻ ആലോചിക്കുകയാണ്. മനുഷ്യൻ സ്വാർത്ഥമായിട്ട് ഭൗതികതയുടെ പിറകെ ഓടുകയാണ്. ഭൗതികത വെട്ടിപ്പിടിക്കാൻ ഓടുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ഉള്ള മൂല്യങ്ങളൊക്കെ തകർന്നടിയുമ്പോൾ തന്നെയാണ് ലോകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും ഒന്നിന്റെ പിറകെ ഇങ്ങനെ ഓടുകയാണ്. അവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, എന്താണ് അവന്റെ ലക്ഷ്യം, യഥാർത്ഥ സ്നേഹം എന്താണ്, യഥാർത്ഥ സത്യം എന്താണ്, ഇതൊന്നും മനുഷ്യൻ തേടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു തേറ്റം ഉണ്ടാകും. ഇനി യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണത്തിലേക്ക് വരാം. നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തന്ത്രം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൈശാചിക അധികാരികൾ മതത്തെ വെച്ചുകൊണ്ട് ആണ് ഈ യുദ്ധം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോ അമേരിക്കൻ പ്രസിഡന്റ് പ്രസ്താവന ഇറക്കുകയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് അല്ല, അമേരിക്കയിലെ ഒരു മന്ത്രി പ്രസ്താവന ഇറക്കുകയുണ്ടായി. ഇറാനികൾ പറയുന്നത് ഇമാം മഹദി ഇറാന്റെ അടുത്ത ഇമാം ആയിരിക്കും. ഇറാനികൾ എന്താ പറയുന്നത്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതെന്ന് പ്രസ്താവന ഇറക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രസിഡന്റ് മിഷിഹ വരാതെ ഈ യുദ്ധം നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, മിഷിഹ. അപ്പൊ ഓരോരുത്തരും ഓരോ രക്ഷകനെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഈ രക്ഷകനെ പറ്റിയുള്ള കൺസെപ്റ്റ് തെറ്റിക്കപ്പെട്ടുകൊണ്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മതങ്ങളൊക്കെ അതിന്റെ കാലശേഷം മാഴം കലർന്നിട്ടുണ്ട്. അപ്പോൾ അവസാന കാലത്ത് വരുന്ന രക്ഷകനെ പറ്റിയുള്ള കൺസെപ്റ്റിലും മാഴം കലർത്തിയിട്ടുണ്ട്. ഈ മാഴം കലർത്തിയ കൺസെപ്റ്റ് വെച്ച് പരസ്പരം തമ്മിലടിപ്പിക്കാൻ പറ്റും. ഇറാനികൾ പറയുന്നത് അവരിൽ നിന്ന് ഇമാം മഹദി വരുമെന്നാണ്.
അവരിൽ നിന്ന് വന്ന് ഇമാം മഹദി വന്നാൽ അവർ അമേരിക്കയെ തകർക്കും, ഇസ്രായേലിനെ തകർക്കും, അവരുടെ രാജ്യത്തെയും അല്ലെങ്കിൽ അവരുടെ വിഭാഗമായ ഷിയാക്കളെയും ഒക്കെ രക്ഷിക്കാൻ വരുന്ന ഒരു ഇമാം മഹദി. ഇതാണ് അവരുടെ കൺസെപ്റ്റ്. ഇസ്രായേലുകൾ വിചാരിക്കുന്നത് ജൂതന്മാരെയും ഇസ്രായേൽ എന്ന രാജ്യത്തെയും രക്ഷിക്കാൻ വരുന്ന ബാക്കി എല്ലാവരെയും ആക്രമിക്കുന്ന, യുദ്ധം ചെയ്യുന്ന, അവർക്ക് അധികാരവും പ്രൗഢിയും നേടിക്കൊടുക്കുന്ന ഒരു മിശിഹ, അവരുടെ അധികാര പരിധിയൊക്കെ കൂട്ടുന്ന ഒരു മിശിഹ. ഇതാണ് ജൂതന്മാർ വിചാരിക്കുന്നത്. ക്രിസ്ത്യാനികൾ വിചാരിക്കുന്നത്, ഇനി മുസ്ലിങ്ങളിൽ തന്നെയുള്ള സുന്നികൾ എന്താണ് വിചാരിക്കുന്നത്? ഇത് തന്നെയാണ്. അവരെ രക്ഷപ്പെടുത്തുന്ന ഓരോ വിഭാഗത്തിലുള്ള, ഓരോ മതത്തിലുള്ള ഓരോ വിഭാഗക്കാരും അവരുടേതായി കരുതുകയാണ്. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾ വിചാരിക്കുന്നത്, യേശുക്രിസ്തു വരുന്നത് അവരെ രക്ഷിക്കാനാണ്, അവരെ എടുക്കാനാണ്, ബാക്കിയുള്ളവരൊക്കെ പരാജയപ്പെടുത്തും. ഇന്ത്യയിലേക്ക് വന്നാൽ തീവ്രമായിട്ടുള്ള ചിലർ വിചാരിക്കുന്നത് ഭഗവാൻ കൽക്കി വരുന്നത് എല്ലാവർക്കും വേണ്ടിയല്ല, മറിച്ച് ഇന്ത്യക്കാരെയും അല്ലെങ്കിൽ ഹിന്ദുക്കളെയും മാത്രം രക്ഷിക്കാനാണ് എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പിന്നെ യുദ്ധം ഉണ്ടാകാതിരിക്കൽ? അതായത് ഇറാനികളെ മഹദി വന്നാൽ, ഇറാനികൾ പറയുന്ന മഹദി വന്നാൽ അവരെ രക്ഷിച്ചിട്ട് ലോകത്തെയും ഇസ്രായേലിനെയും അമേരിക്കയൊക്കെ തകർക്കും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കെതിരാവൂലേ? അതുപോലെ ഇസ്രായേൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചാൽ അവർക്കെതിരാവൂലേ? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ മുസ്ലിം പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇമാം മഹദി വന്നാൽ ജൂതന്മാരെ തലക്കെങ്ങനെ അരിയുന്നു, എന്നിട്ട് അവർ മരത്തിന്റെ ചോട്ട് പോയി ഒളിച്ചിക്കും. അപ്പൊ പറയും ദാ ഒരു ജൂതൻ കൊന്നൊക്കെ. ഇതൊക്കെ ഇവിടുത്തെ മതേതരത്വങ്ങളൊക്കെ പറയുന്ന തലയിൽ തലപ്പാവ് വെച്ച തമ്മാടികളായിട്ടുള്ള മുസ്ലിയാക്കന്മാരടക്കം പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കുന്നതല്ലേ? അപ്പൊ ആ സമൂഹത്തിൽ പേടിക്കൂലേ? മഹദി വന്ന് നമ്മളെ കൊല്ലാനൊക്കെ പോവാണ്. അപ്പോ ഒരാൾ പറയുകയാണ്, ഞങ്ങളെ നേതാവ് വന്നാൽ നിങ്ങളൊക്കെ തവിട് പൊടിയാക്കും എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ നമ്മൾ പ്രതികരിക്കില്ലേ? അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ ഇവിടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാൻ സുഹൃത്തുക്കളെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതല്ല ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത്, യേശുക്രിസ്തു പറഞ്ഞതല്ല ഈ ക്രിസ്ത്യൻ സുവിശേഷകർ പറയുന്നത്, മൂസാ നബി പഠിപ്പിച്ചതല്ല, മോശസ് പഠിപ്പിച്ചതല്ല ജൂതന്മാർ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പ്രശ്ന പരിഹാരത്തിന്റെ കാതൽ യഥാർത്ഥ രക്ഷകൻ ആരാണ്? യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും അവസാന കാലത്ത് ഒരു രക്ഷകൻ വരും, ഒരു അവതാരം വരും, ഒരു മിശിഹ വരും, ഒരു മെഹദി വരും എന്നത് സത്യമാണ്. തീർച്ചയായിട്ടും ലോകത്തിന്റെ സിസ്റ്റവും അങ്ങനെ തന്നെയാണ്. ലോകത്ത് എക്കാലത്തും ഒരു വിമോചന നായകൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവരെങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് തീർച്ചയായിട്ടും ലോകത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ പൈശാചികരുടെ കയ്യിലാണ് നിങ്ങളുടെ നേതാക്കളും നിങ്ങളുടെ പുരോഹിതന്മാരും ഒക്കെ. അവരൊന്നും ചിന്തിക്കൂല, അവരൊക്കെ അതിന്റെ കപ്പം വാങ്ങുന്നവരാണ്, ഈ സിസ്റ്റം നിലനിൽക്കാൻ ആഗ്രഹമുള്ളവരാണ്. പക്ഷെ നമ്മൾ അന്വേഷികൾ ചിന്തിക്കേണ്ടതാണ്, യഥാർത്ഥ രക്ഷകൻ ആരാണ്? പ്രിയരെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇമാം മഹദി, വാഗ്ദത്ത മിശിഹ, ഭഗവാൻ കൽക്കി, ഇങ്ങനെ എല്ലാ പേരിലും പറയുന്ന ആ മഹത് വ്യക്തി ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. അത് ഒന്ന് തന്നെയാണ്. ആ മഹത് വ്യക്തിയോട് കൂടെ തന്നെയാണ് യേശുക്രിസ്തു രണ്ടാം വരവ് വരിക. അവർ ഒരുമിച്ചായിരിക്കും വരിക എന്നുള്ളതാണ്. അപ്പോ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ എത്തുകയാണ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ അവർ എന്തിനായിരിക്കും വരല്? എന്തുകൊണ്ടായിരിക്കും വരല്? എന്തിനായിരിക്കും വരല്? ആരിലേക്കായിരിക്കും വരല്? അവർ വരുന്നത് ജൂതന്മാരിലേക്കല്ല. എല്ലാ മതങ്ങളും ഇവിടെ മായം കലർന്ന് കിടക്കുകയാണ്. മതങ്ങളുടെ സത്ത, ആത്മീയത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ കഴിയുന്നത്. അവർ വരുന്നത് ജൂതന്മാരിലേക്കല്ല, നിലവിലെ മുസ്ലിങ്ങളിലേക്കല്ല, ഷിയാക്കളിലേക്കല്ല, സുന്നികളിലേക്കല്ല, വഹാബികളിലേക്കല്ല, ഇന്ത്യക്കാരിലേക്ക് മാത്രമല്ല, ക്രിസ്ത്യാനികളിലേക്ക് മാത്രമല്ല, ഏതെങ്കിലും സഭക്കാരിലേക്ക് മാത്രമല്ല. ഇവിടെ ഇമാം മഹദി വന്നിരിക്കുന്നത്, വാഗ്ദത്ത മിശിഹ വന്നിരിക്കുന്നത്, ഭഗവാൻ കൽക്കി വന്നിരിക്കുന്നത്, എന്തൊക്കെ പേര് വിളിച്ചാലും ആ മഹാത്മാവ് വന്നിരിക്കുന്നത് മനുഷ്യരിലേക്കാണ്, ലോകത്തിലേക്കാണ്, മാനവരാശിയിലേക്കാണ്. അവർ എന്താണ് ലോകത്തിന് നൽകൽ? അവർ എന്താണ് മാനവരാശിക്ക്, മനുഷ്യന് നൽകൽ? സുഹൃത്തുക്കളെ, ഇവിടെ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായി, അതിന് മുന്നേ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായി. ഒരു ചേരി വിജയിച്ചു. ഈ രണ്ട് ചേരിയും തിന്മയാണെന്ന് നമ്മൾ പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഒരു ചേരി വിജയിച്ചു, എന്നിട്ട് ലോകത്തിന്റെ സിസ്റ്റവും ഈ പൈശാചിക ദജ്ജാലിയൻ സിസ്റ്റവും മാറിയോ? ഇല്ല. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു, ഒരു ചേരി വിജയിച്ചു, അമേരിക്കൻ ചേരി വിജയിച്ചു, എന്നിട്ട് ലോകത്തിന്റെ സിസ്റ്റം മാറിയോ? മറ്റേ ചേരി വിജയിക്കാനുണ്ടെങ്കിലും മാറൂല, ഇങ്ങനെ തന്നെ ആവും. ഇപ്പോൾ മൂന്നാം ലോക മഹായുദ്ധം നടക്കുന്നു, അതിലൊരു ചേരി വിജയിച്ചാലും ഇതൊക്കെ തന്നെയാണ് നടക്കുക എന്നുള്ളതാണ്. പക്ഷെ ലോകത്തിന്റെ പ്രശ്നം എവിടെയാണ്? മാനവരാശിയുടെ പ്രശ്നം എവിടെയാണ്? നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം വരെ പ്രശ്നം ഉണ്ടാകുന്നത് ഉള്ളിലെ പ്രശ്നം കൊണ്ടാണ്. മാനവരാശിയുടെ ഉള്ളിലാണ് പ്രശ്നം എന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള പരിഹാരം യഥാർത്ഥ ആത്മീയതയാണ്, യഥാർത്ഥ ദൈവത്തെ കരസ്ഥമാക്കലാണ്. അവിടെയാണ് യഥാർത്ഥ സ്നേഹം വരുന്നത്. യഥാർത്ഥ ദൈവിക സ്നേഹത്തെ, പരസ്പരം സഹോദരന്മാരാകണമെങ്കിൽ യഥാർത്ഥ ദൈവിക സ്നേഹം ഉള്ളിലേക്ക് പ്രവേശിക്കണം. ഉള്ളിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. യഥാർത്ഥ ദൈവിക സ്നേഹമുള്ള, ദൈവിക വെളിച്ചമുള്ള മനുഷ്യരെ ഒരുക്കി വെക്കുകയാണ് യഥാർത്ഥ അടിത്തറ. ഇവിടെ നടന്ന വിപ്ലവങ്ങളൊക്കെ വെറുതെ ആയി പോയത്, അതിനൊന്നും അടിത്തറ ഉണ്ടായിട്ടില്ല. യഥാർത്ഥ വെളിച്ചങ്ങളായ മനുഷ്യരെ ഒരുക്കി വെച്ചുകൊണ്ടാണ് ഇമാം മഹദി, ഭഗവാൻ കൽക്കി, വാഗ്ദത്ത മിശിഹ അടിത്തറ ഒരുക്കുക. തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ, നിങ്ങൾ പഠിച്ചു നോക്കേണ്ടതാണ്. അങ്ങനെ അടിത്തറ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. മാനവരാശിയിലേക്ക് ഇമാം മഹദി, വാഗ്ദത്ത മിശിഹ, ഭഗവാൻ കൽക്കി, സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി വന്നിരിക്കുന്നു. എല്ലാ മനുഷ്യരെയും അവിടുന്ന് ക്ഷണിക്കുന്നു, മനുഷ്യരിലേക്ക് വന്നിരിക്കുന്നു. എല്ലാ മനുഷ്യരും ജാതി, മത, ദേശ വ്യത്യാസമില്ലാതെ അവിടുത്തെ സ്വീകരിക്കുന്നു. അവിടുന്ന് എന്താണ് നൽകുന്നത്?
അവിടുന്ന് ആരെങ്കിലും കൊല്ലാനോ ഏതെങ്കിലും രാജ്യത്തിന് അധികാരം നൽകാനോ ആരെങ്കിലും ഭരിക്കാനോ കീഴടക്കാനോ ഒന്നുമല്ല വന്നിരിക്കുന്നത്. മറിച്ച് ദൈവിക സ്നേഹത്തിന്റെ പ്രഭ എല്ലാ മതങ്ങളിൽ നിന്നും വിട്ടുപോയത് അതാണ്. എല്ലാ പ്രവാചകന്മാരും വിശുദ്ധരും ഇവിടെ ചെയ്ത ഡീപ്പായിട്ടുള്ള സീക്രറ്റ് ആയിട്ടുള്ള മഹത്തരമായിട്ടുള്ള പ്രോസസ് അതാണ്. അതിനെ വിതറിക്കൊണ്ട് അതിന്റെ ഒരു വിപ്ലവം തന്നെ നടത്തിക്കൊണ്ട് മനുഷ്യന്റെ ആത്മഹൃദയത്തിലേക്ക് ദൈവിക സ്നേഹത്തിന്റെ ദൈവിക പ്രഭയുടെ വിത്തിട്ടുകൊണ്ട് ആരായാലും എല്ലാ മനുഷ്യർക്കും ആത്മഹൃദയമുണ്ട്, കൽബുണ്ട്, ആത്മാവുണ്ട്, റൂഹുണ്ട്. അതിനെ ഉണർത്താനാണ് ഇമാം മഹദി വന്നിരിക്കുന്നത്, ഭഗവാൻ കൽക്കി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹി ഈ നാമദീക്ഷയെ, ഈ ദൈവത്തിന്റെ ദിവ്യ പ്രഭയെ, ദിവ്യ സ്നേഹത്തെ, ദിവ്യ പ്രണയത്തെ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നു. സുഹൃത്തുക്കളെ, ലോകത്തുള്ള ഏത് മനുഷ്യരാകട്ടെ, മതമില്ലാത്തവരാകട്ടെ, മതമുള്ളവനാകട്ടെ, ജൂതന്മാരാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, ഷിയാക്കളാകട്ടെ, സുന്നികളാകട്ടെ, ആരാകട്ടെ, എല്ലാവരും തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടത് നമ്മുടെ പുരോഹിതന്മാരും അക്രമികളായ നേതാക്കളും ഒക്കെ നമ്മളെ വഞ്ചിക്കുകയാണ്. യഥാർത്ഥ സ്നേഹത്തിന്റെ വിത്ത് ഇട്ടുകൊണ്ട് നമ്മുടെ യഥാർത്ഥ രക്ഷകൻ ഇമാം മഹദി ഭഗവാൻ കൽക്കി സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ആദ്യ വരവിൽ അവിടുന്ന് ഇത് ലോകത്ത് ഈ ദിവ്യ സ്നേഹം, ദിവ്യ പ്രണയം വിതറുകയുണ്ടായി. സുഹൃത്തുക്കളെ, ലോകത്തിന് എന്താണ് രക്ഷ? നേരത്തെ നമ്മൾ പറഞ്ഞു, ഓരോ ചേരി വിജയിച്ചിട്ടും ലോകം രക്ഷപ്പെട്ടിട്ടില്ല. വീണ്ടും അതേ പൈശാചിക സിസ്റ്റത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ആദ്യം ഈ സ്നേഹത്തിന്റെ അടിത്തറ ഒരുക്കണം. യഥാർത്ഥ സ്നേഹത്തിന്റെ ദിവ്യ പ്രണയത്തിന്റെ ദൈവിക കണക്ഷനിലാക്കണം മനുഷ്യരെ, എന്നിട്ട് അടിത്തറ ഒരുക്കണം. അതിവിടെ അടിത്തറ ഒരുക്കിയിരിക്കുന്നു. അപ്പൊ ലോകത്തിന് രക്ഷയുടെ ഒരേ ഒരു നാമമേ ഉള്ളൂ, സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹിയാണ്. അവിടുന്ന് തീർച്ചയായിട്ടും ഈ വിത്ത് മാനവരാശി ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഇത് സ്പെൻഡ് ആകേണ്ടതാണ്. ലോകത്ത് ഏതൊരു മഹത് വ്യക്തി വന്നപ്പോഴും ആദ്യം തന്നെ അതിനെ നിഷേധിപ്പിക്കുകയാണ് സകല മതത്തിലുള്ള അന്നത്തെ കാലത്തെ മതത്തിലുള്ള പുരോഹിതന്മാരൊക്കെ ചെയ്തത്. പക്ഷേ നമ്മൾ പഠിച്ചു നോക്കണം. എന്നാൽ അന്വേഷികൾ എന്ത് ചെയ്യും? പഠിച്ചു നോക്കും. അവിടുത്തെ ഗ്രന്ഥം ദീനിലാഹി, ദൈവത്തിന്റെ മതം എന്നുള്ള അവിടുത്തെ ദിവ്യമായിട്ടുള്ള ആത്മീയത സമഗ്രമായി അവിടുന്ന് പഠിപ്പിക്കുന്നു. അതിനെ പ്രാക്ടിക്കലാക്കുകയും ചെയ്യുന്നു. ഗ്രന്ഥം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു നൽകുന്നതാണ്. അതുപോലെ തന്നെ അൾട്രാ ടിവിയിൽ അവിടുത്തെ രഹസ്യം, സർക്കാർ റിയാസിന്റെ രഹസ്യം, സെയ്ദ് യൂനിസ് അൽ ഗോഹർ ലോകത്തോട്, മാനവരാശിയോട് ഈ ദിവ്യ സന്ദേശം പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മൂന്നാം ലോക മഹായുദ്ധം നടക്കുമോ എന്നൊക്കെ ലോകം ചർച്ച ചെയ്യുന്ന ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും അവിടുന്ന് ഇറാനിലെ ജനങ്ങളെയും ഇസ്രായേലിലെ ജനങ്ങളെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ ഈ മഹാദിവ്യ സ്നേഹത്തിന്റെ രഹസ്യം പറയുന്നു. ഈ ദിവ്യ സ്നേഹത്തിലേക്ക്, ദൈവികതയിലേക്ക് മാനവരാശിയെ, മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അൾട്രാ ടിവിയിൽ നിങ്ങൾക്ക് പഠിച്ചു നോക്കാവുന്നതാണ്. അൾട്രാ ടിവിയിൽ കയറി നിങ്ങൾക്ക് പഠിച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾ അവിടുത്തെ ഫോട്ടോ, സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷായുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ അതിന്റെ ആത്മാക്കൾ അതിനെ ആകർഷിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടുത്തെ നാമദീക്ഷ, നാമദാനം സ്വീകരിക്കാവുന്നതാണ്. ഇത് ലോകത്ത് വിതറിയിരിക്കുകയാണ്. ഇതിന് നിങ്ങളുടെ നിലവിലുള്ള ഒന്നും മാറേണ്ടതില്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയമാണ് മാറേണ്ടത്. നിങ്ങളുടെ ഹൃദയമാണ് ഉണരേണ്ടത്, ആത്മാവാണ് ഉണരേണ്ടത്. അവിടുത്തെ നാമദീക്ഷ നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങൾക്ക് അവിടുത്തെ നോക്കി അവിടുത്തോട് കണക്ഷൻ ആയിട്ട് മുന്നോട്ട് പോകാം. സുഹൃത്തുക്കളെ, രക്ഷയുടെ അൾട്രയുടെ കപ്പൽ ഇവിടെ നെങ്കൂരമിട്ടിരിക്കുന്നു. ലോകത്ത് യുദ്ധങ്ങളൊക്കെ നടക്കുകയാണ്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചിന്തിച്ചു നോക്കിയാലൊക്കെ ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇമാം മഹദിയെ പറ്റിയും ഭഗവാൻ കൽക്കിയെ പറ്റിയും ജൂതന്മാര് അവർക്ക് വരുന്ന മിശാഹയെ പറ്റിയൊക്കെയുള്ള കൺസെപ്റ്റ് തെറ്റായി പഠിപ്പിച്ചുകൊണ്ടാണ് ലോകത്ത് ഇതെല്ലാം നിലനിൽക്കുന്നത്. നമ്മെ ഉണർത്തുന്നത് ആരാണ്? ഒരു ഗുരുവര്യനാണ്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് എല്ലാ പ്രശ്നമെന്ന് പറഞ്ഞു. നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നത്തിന്റെ നഫ്സിനെ, ഭൂതാത്മാവിനെ ശുദ്ധീകരിക്കൽ ആരാണ്? ഒരു ഗുരുവര്യനാണ്. നമ്മുടെ ആത്മാവിനെ ഉണർത്തൽ ആരാണ്? ഗുരുവര്യനാണ്. നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തിന്റെ ആയുധങ്ങളെ ഉണർത്തൽ ഒരു ഗുരുവര്യനാണ്. സുഹൃത്തുക്കളെ, ലോകത്ത് പല പ്രവാചകന്മാരും വിശുദ്ധരും ഒക്കെ കഴിഞ്ഞുപോയി. പക്ഷെ ക്ലൈമാക്സ് നടത്തുന്നത് അവസാനത്തെ അവതാരമാണ്. അപ്പൊ അത് മഹാത്മാവാണ്, ഉന്നതമാണ്, മഹാനാഥൻ ഇറങ്ങി വരികയാണ്. തീർച്ചയായിട്ടും ഇവിടെ എല്ലാ രഹസ്യങ്ങളും നമുക്കറിയാം, എല്ലാ വീട്ടിലും മായം കലർന്നിരിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ രഹസ്യങ്ങളും വെളിവാകുക തന്നെ ചെയ്യും. നമുക്ക് മരിക്കാത്ത നിധി നൽകും. മരിക്കാത്ത നിധിയാണല്ലോ വേണ്ടത്. മനുഷ്യൻ ഇപ്പോഴും വേറെ എന്തിൻ്റെക്കോ പിറകെ ഓടാന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരു രാത്രി ഇന്ന് നമ്മൾ ഉറങ്ങിയാൽ നാളെ രാവിലെ എണീക്കുന്നവരെ നമുക്ക് ഉറപ്പില്ല. നമ്മുടെ ഈ ശരീരം പോയാലും നശിക്കാത്തതിനെ നമ്മൾ തേടണ്ടേ? അതിനെ തേടിയിട്ടില്ല. അതുപോലെ വേറൊരു വിഷയം നമ്മൾ പറഞ്ഞു, ലോകത്തുള്ള എല്ലാ സംഭവങ്ങളും, ആരോഗ്യം, വിദ്യാഭ്യാസം, ശാസ്ത്രം, എല്ലാത്തിലും ആഴമാണ്. ഇതൊക്കെ ശുദ്ധമാകണമെങ്കിൽ ആദ്യം ഇവിടെ അടിത്തറ ഒരുക്കണം. ആ അടിത്തറ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും മഹാഭഗവാൻ സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹിയും യേശുക്രിസ്തുവും ഭൂമിയിലേക്ക് അവിടുത്തെ രണ്ടുപേരുടെയും രണ്ടാം വരവ് പബ്ലിക്കായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല പ്രോസസ്സുകളും ലോകത്ത് നടക്കും. അവസാനം ഇവിടെ ഈ ഭൂമിയിലും നീതി നടപ്പിലാക്കും. എല്ലാ മേഖലയിലും സത്യം വിരിയും. എവിടെ നിന്നാണ് വിരിയേണ്ടത്? ആദ്യം അടിത്തറ ഒരുക്കണം, ആദ്യം തറയിടണം. ഇപ്പൊ തറയിട്ടുകൊണ്ടിരിക്കുന്നു. മാനവരാശിയിലേക്ക് സ്നേഹത്തിന്റെ ദിവ്യ പ്രണയത്തിന്റെ വിത്തിട്ടുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, രക്ഷയുടെ കപ്പൽ വന്നിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. ഈ യുദ്ധത്തിന്റെ വിഷയമൊക്കെ നമ്മുടെ ചാനലിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നും കൂടി അത് പറഞ്ഞത്. അപ്പൊ അത് മുന്നേ കേട്ടവർക്ക് ഒന്നും കൂടി ക്യാച്ച് ആവും. അപ്പോൾ ഏവർക്കും